നമസ്കാരം. നമ്മൾ ഒപ്പുവയ്ക്കുന്ന പല കരാറുകളിലും നമുക്ക് വേണ്ടി ഒരുക്കിയിട്ടുള്ള ഒരു സൂപ്പർ പവറിനെക്കുറിച്ചാണ് നമ്മളിന്ന് സംസാരിക്കാൻ പോകുന്നത്. ഒരു സാമ്പത്തിക കവചം. പലപ്പോഴും നമ്മൾ ശ്രദ്ധിക്കാതെ പോകുന്ന, പക്ഷേ അറിഞ്ഞിരുന്നാൽ വലിയ ഗുണം ചെയ്യുന്നൊരു കാര്യമാണിത്. അപ്പോൾ നമുക്ക് നേരെ വിഷയത്തിലേക്ക് കടക്കാം. ഒന്ന് ആലോചിച്ച് നോക്കിക്കേ, നിങ്ങൾ സൈൻ ചെയ്യുന്നൊരു എഗ്രിമെന്റ് നാളെ നിങ്ങൾക്ക് വരാൻ പോകുന്നൊരു വലിയ സാമ്പത്തിക നഷ്ടത്തിൽ നിന്ന് നിങ്ങളെ രക്ഷിക്കുന്നൊരു ഷീൽഡായി മാറിയാലോ? കൊള്ളാമല്ലേ? ഇങ്ങനൊരു സാധ്യത നിയമപരമായി നിലവിലുണ്ട്. അതെങ്ങനെയാണ് പ്രവർത്തിക്കുന്നതെന്നാണ് നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത്. അപ്പോ ഈ സാമ്പത്തിക കവചത്തിന് നിയമത്തിലുള്ള പേരാണ് കോൺട്രാക്റ്റ് ഓഫ് ഇൻഡെംനിറ്റി. സിമ്പിളായി പറഞ്ഞാൽ എന്താ സംഭവം? ഒരാൾ മറ്റൊരാളോട് പറയുകയാണ്, ഏയ് നിനക്കെന്തെങ്കിലും ഒരു നഷ്ടം വന്നാൽ അത് എന്റെ പ്രവൃത്തി കൊണ്ടോ അല്ലെങ്കിൽ മറ്റാരുടെയെങ്കിലും പ്രവൃത്തി കൊണ്ടാകട്ടെ, പേടിക്കേണ്ട, ആ നഷ്ടം ഞാൻ നികട്ടിത്തരും. ഇതൊരു ഉറപ്പാണ്, ഒരു വാഗ്ദാനം. ശരി, ഈ സംരക്ഷണ കവചം വർക്ക് ചെയ്യണമെങ്കിൽ ഇതിൽ രണ്ട് പ്രധാനപ്പെട്ട ആൾക്കാരുണ്ട്. ആരാണവർ? ആരാണ് ഈ സംരക്ഷണം കൊടുക്കുന്നത്? ആർക്കാണത് കിട്ടുന്നത്? നമുക്ക് നോക്കാം. അപ്പോ ഈ കരാറിൽ പ്രധാനമായും രണ്ടു പേരാണുള്ളത്. ഒന്ന് ഇൻഡെംനിഫയർ, അതായത് വാക്ക് തരുന്നയാൾ, നമ്മുടെ സംരക്ഷകൻ. രണ്ട് ഇൻഡെംനിറ്റി ഹോൾഡർ, അതായത് ആർക്കാണോ സംരക്ഷണം ലഭിക്കുന്നത് ആ വ്യക്തി. നമ്മുടെ ഈ ചർച്ചയിലെ ഹീറോ ഈ ഇൻഡെംനിഫൈ ഹോൾഡറാണ് കേട്ടോ. ഓക്കേ, ഇനി നമുക്ക് ഏറ്റവും ഇൻട്രസ്റ്റിംഗ് ആയ ഭാഗത്തേക്ക് കടക്കാം. ഒരു ഇൻഡെംനിറ്റി ഹോൾഡർ എന്ന നിലയ്ക്ക് നിങ്ങൾക്ക് കിട്ടുന്ന സൂപ്പർ പവേഴ്സ് എന്തൊക്കെയാണ്? ഇന്ത്യൻ കോൺട്രാക്ട് ആക്ടിലെ സെക്ഷൻ 125 നിങ്ങൾക്ക് തരുന്ന 3 പ്രധാനപ്പെട്ട അവകാശങ്ങൾ ഏതൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. പ്രധാനമായും മൂന്ന് അവകാശങ്ങളാണ്, പക്ഷെ ഭയങ്കര പവർഫുള്ളാണ്. ഒന്ന്, ഡാമേജസ് ക്ലെയിം ചെയ്യാം. 2, കേസ് നടത്താൻ വന്ന ചിലവുകൾ, അതായത് കോസ്റ്റ്സ്, അത് ക്ലെയിം ചെയ്യാം. 3, ഒത്തുതീർപ്പ് തുക, അതായത് സംസ്. ഇനി ഇത് ഓരോന്നും എന്താണെന്ന് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. നിങ്ങളുടെ ആദ്യത്തെ സൂപ്പർ പവർ ഇതാണ്: നഷ്ടപരിഹാരം അഥവാ ഡാമേജസ് തിരികെ മേടിക്കാനുള്ള അവകാശം. ഒരു നിയമപ്രശ്നം വരുമ്പോൾ ഏറ്റവും വലിയ സാമ്പത്തിക അടി വരുന്നത് ഈ വഴിക്കായിരിക്കും. ഇതിൽ നിന്നാണ് ആദ്യത്തെ സംരക്ഷണം. അതായത് നിങ്ങളൊരു കേസിൽ പെട്ടു എന്ന് വിചാരിക്കുക. അവസാനം കോടതി പറയുകയാണ്, നിങ്ങൾ ഇത്ര ലക്ഷം രൂപ നഷ്ടപരിഹാരം കൊടുക്കണമെന്ന്. അങ്ങനെ ഒരു വിധി വന്നാൽ നിങ്ങൾ ₹1 പോലും സ്വന്തം പോക്കറ്റിൽ നിന്ന് എടുക്കേണ്ട. ആ മുഴുവൻ തുകയും നിങ്ങൾക്ക് ഇൻഡെംനിഫയറുടെ കയ്യിൽ നിന്ന് ഈടാക്കാം. ഇതാണ് ഒന്നാമത്തെ പവർ. ഇനി രണ്ടാമത്തെ പവർ, കോടതി ചെലവുകൾ അഥവാ കോസ്റ്റ്സ്. പലപ്പോഴും നമ്മൾ മറന്നുപോകുന്നൊരു കാര്യമാണിത്. വക്കീലിന്റെ ഫീസ്, കോർട്ട് ഫീസ്, അങ്ങനെ കേസ് നടത്താൻ ഒരുപാട് ചെലവുകൾ വരുമല്ലോ. അതിൽ നിന്നും നിങ്ങൾക്ക് സംരക്ഷണമുണ്ട്. പക്ഷേ ഇവിടെ ഒരു ചെറിയ കണ്ടീഷനുണ്ട്. ഈ ചിലവുകളൊക്കെ നിങ്ങൾക്ക് തിരികെ കിട്ടും. പക്ഷേ 2 കാര്യങ്ങൾ ശ്രദ്ധിക്കണം. ഒന്ന്, നിങ്ങൾക്ക് സംരക്ഷണം തരാമെന്ന് പറഞ്ഞ ആളുടെ നിർദ്ദേശങ്ങൾക്കെതിരെ നിങ്ങൾ പ്രവർത്തിക്കാൻ പാടില്ല. 2, ആ ഒരു സാഹചര്യത്തിൽ ബുദ്ധിയുള്ള ഏതൊരാളും എങ്ങനെയാണോ പെരുമാറുക, അതുപോലെ വിവേകത്തോടെ വേണം നിങ്ങളും പെരുമാറാൻ. അടുത്തത് മൂന്നാമത്തെ പവർ, ഒത്തുതീർപ്പ് തുകകൾ. എല്ലാ കേസും കോടതി വിധി വരെ പോകണമെന്നില്ലല്ലോ അല്ലേ? ചിലപ്പോൾ ഒരു കോംപ്രമൈസ് ആയിരിക്കും ഏറ്റവും നല്ലതും ലാഭകരവുമായ തീരുമാനം. അപ്പോ നിങ്ങളൊരു കേസ് ഒത്തുതീർപ്പാക്കാൻ വേണ്ടി ഒരു തുക കൊടുത്തു എന്ന് കരുതുക. ആ തുകയും നിങ്ങൾക്ക് ഇൻഡെംനിഫയറുടെ കയ്യിൽ നിന്ന് വാങ്ങാം. കണ്ടീഷൻസ് നേരത്തെ പറഞ്ഞത് തന്നെ. ആ ഒത്തുതീർപ്പ് ഇൻഡെംനിഫയറുടെ നിർദ്ദേശത്തിന് എതിരാവരുത്. പിന്നെ ആ ഒത്തുതീർപ്പ് ആ സാഹചര്യത്തിൽ എടുക്കാവുന്ന ഏറ്റവും ബുദ്ധിപരമായ ഒരു തീരുമാനമായിരിക്കണം. ശരി, നിങ്ങൾക്ക് ഈ അവകാശങ്ങളൊക്കെ ഉണ്ടെന്ന് മനസ്സിലായി. പക്ഷെ എപ്പോഴാണ് ഈ അവകാശങ്ങൾ നിങ്ങൾക്ക് ഉപയോഗിക്കാൻ പറ്റുക? എപ്പോഴാണ് നിങ്ങളുടെ ഈ ഷീൽഡ് ആക്ടിവേറ്റ് ആവുന്നത്? ഇത് വളരെ വളരെ പ്രധാനപ്പെട്ടൊരു ചോദ്യമാണ്. സാധാരണയായി എല്ലാവർക്കും വരുന്നൊരു സംശയമാണിത്. എനിക്ക് നഷ്ടം സംഭവിച്ചു, അപ്പോൾ ആദ്യം ഞാൻ എൻ്റെ കയ്യിൽ നിന്ന് കാശ് കൊടുത്ത നഷ്ടം സഹിക്കണോ? എന്നിട്ടാണോ എനിക്ക് ഇൻഡെംനിഫയറുടെ അടുത്ത് പോയി കാശ് ചോദിക്കാൻ പറ്റുന്നത്? ഇല്ല, അതാണ് ഇതിലെ ഏറ്റവും വലിയ പോയിന്റ്. നിങ്ങൾ സ്വന്തം പോക്കറ്റിൽ നിന്ന് ₹1 പോലും കൊടുക്കുന്നതുവരെ കാത്തിരിക്കേണ്ട ആവശ്യമില്ല. നിയമം പറയുന്നത് ഇതാണ്: എപ്പോഴാണോ നിങ്ങൾക്ക് പണം കൊടുക്കാനുള്ള ബാധ്യത ആബ്സല്യൂട്ട് ആകുന്നത്, അതായത് നിയമപരമായി അത് ഉറപ്പാകുന്നത്, ആ നിമിഷം തന്നെ ഇൻഡെംനിഫയറുടെയും ബാധ്യതയും തുടങ്ങും. ഈ ഓർഡർ ഒന്ന് ശ്രദ്ധിച്ചു നോക്കിക്കേ. ആദ്യം നഷ്ടമുണ്ടാക്കുന്ന ഒരു സംഭവം നടക്കുന്നു. രണ്ടാമത് ഒരു കോടതി വിധിയിലൂടെയോ മറ്റോ നിങ്ങൾക്ക് പണം കൊടുക്കാനുള്ള ബാധ്യത ഉറപ്പാകുന്നു. ആ നിമിഷം, നിങ്ങൾ പണം കൊടുക്കുന്നതിന് തൊട്ടുമുൻപുള്ള ആ നിമിഷം, അപ്പോൾ തന്നെ നിങ്ങളുടെ സംരക്ഷകൻ നിങ്ങൾക്ക് പണം തരാൻ ബാധ്യസ്ഥനായി കഴിഞ്ഞു. ഓക്കെ, അപ്പോൾ നമ്മൾ ഇത്രയും നേരം പറഞ്ഞ കാര്യങ്ങളിലെ ഏറ്റവും പ്രധാനപ്പെട്ട പോയിന്റുകൾ നമുക്കൊന്ന് പെട്ടെന്ന് ഓടിച്ചു നോക്കാം, ഒരു ചെക്ക് ലിസ്റ്റ് പോലെ. അപ്പോൾ മറക്കരുത്, നിങ്ങളുടെ പ്രധാന ശക്തികൾ 3 എണ്ണമാണ്: കോടതി വിധിക്കുന്ന നഷ്ടപരിഹാരം, കേസ് നടത്താനുള്ള ചിലവുകൾ, പിന്നെ ഒത്തുതീർപ്പിനായി നൽകുന്ന തുക. പിന്നെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, നിങ്ങളുടെ ബാധ്യത എപ്പോൾ ആബ്സല്യൂട്ട് ആകുന്നുവോ അപ്പോൾ തന്നെ നിങ്ങളുടെ സംരക്ഷണം തുടങ്ങും.
നിങ്ങൾ പണം കൊടുത്തു കഴിയുന്നതുവരെ കാത്തിരിക്കേണ്ട ഒരാവശ്യവുമില്ല. അപ്പോ ഈ സാമ്പത്തിക കവചത്തെക്കുറിച്ചും അതിന്റെ ശക്തിയെക്കുറിച്ചും നിങ്ങൾക്കിപ്പോ വ്യക്തമായൊരു ധാരണ കിട്ടിക്കാണും. ഇനി മുതൽ ഒരു കോൺട്രാക്റ്റ് കാണുമ്പോൾ നിങ്ങളുടെ ചിന്താഗതി എങ്ങനെയായിരിക്കും? ഈ അറിവ് നിങ്ങളുടെ ബിസിനസ് അല്ലെങ്കിൽ വ്യക്തിപരമായ തീരുമാനങ്ങളെ എങ്ങനെ സ്വാധീനിക്കും? ഒന്ന് ചിന്തിച്ചു നോക്കൂ.